Hello friends, welcome to V4 Civil classes. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ക്വാളിറ്റി കൺട്രോൾ ഓഫ് വാട്ടർ ആണ്. ക്വാളിറ്റി കൺട്രോൾ ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ വെള്ളത്തിന്റെ പല ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാട്ടർ അതിൽ നിന്നൊക്കെ ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഒരു PCB AE എക്സാംസിനൊക്കെ വളരെ വെയിറ്റേജ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് എൻവയോൺമെന്റൽ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. So first question നമുക്ക് നോക്കാം. അപ്പോൾ the most common cause of acidity in water, വെള്ളത്തിൽ അസിഡിറ്റിക്ക് കാരണമാകുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കോസ് ഏതാണ്? ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ ബി ഓക്സിജൻ, ഓപ്ഷൻ സി നൈട്രജൻ ആൻഡ് ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. സോ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഒരു വെള്ളത്തിലെ അസിഡിറ്റിക്ക് കാരണമാകുന്ന ഒരു മോസ്റ്റ് കോമൺ കോസ് എന്ന് പറയുന്നത്. എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ അസിഡിറ്റി ഉണ്ടാക്കാൻ കാരണമാകുന്നു പറയുകയാണെങ്കിൽ ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ നമുക്കൊന്ന് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്താണ് ഉണ്ടാകുന്നത്? H2CO3 എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഫോർമുലേഷൻ ആണ് വരുന്നത്. ദാറ്റ് ഈസ് കാർബോണിക് ആസിഡ് ആണ്. കാർബോണിക് ആസിഡ് ആണ് ഉണ്ടാവുന്നത്. സോ കാർബോണിക് ആസിഡിന് മോർ സ്റ്റേബിൾ ഫോമിലാവാൻ വേണ്ടി അത് ഹൈഡ്രജൻ അയോൺ റിലീസ് ചെയ്യുന്നു. അപ്പോൾ H2CO3 എന്ന് പറയുന്നത് HCO3 മൈനസ് ആകുന്നു. ഈ 2 പോയിട്ട് HCO3 ആവും. സോ H+ അയോൺ ആവും. ദെൻ സംടൈംസ് ഇത് ഒരു ഹൈഡ്രജൻ അയോണും കൂടി ബാക്കിയുള്ള ഈ ഒരു ഹൈഡ്രജൻ അയോണും കൂടി റിലീസ് ചെയ്തിട്ട് CO3 2 - H+ അയോൺ ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ മനസ്സിലാവണം? ഹൈഡ്രജൻ അയോൺ ആണ് ഇവിടെ റിലീസ് ചെയ്യുന്നത്. ഇതാണ് റിയാക്ഷനിൽ കൂടെ റിലീസ് ചെയ്യുന്നത്. സോ ഇതാണ് വാട്ടറിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഹൈഡ്രജൻ അയോൺ pH തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. എന്താണ് pH എന്ന് പറയുന്നത്? നമുക്ക് അറിയാവുന്ന റിലേഷൻ എന്ന് പറയുന്നത് മൈനസ് ലോ കോൺസെൻട്രേഷൻ ഓഫ് H+ ആണ് നമുക്കറിയാം. സോ ഇതിനെ നമുക്ക് ഇങ്ങനെ അല്ലെങ്കിൽ log 1/H+ അയോൺ കോൺസെൻട്രേഷൻ ഇങ്ങനെ ഏറ്റവും എഴുതാലോ. സോ ഇതാണ് pH എന്ന് പറയുന്നത്. അപ്പോൾ pHും ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ തമ്മിലുള്ള റിലേഷൻ ഇന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും എന്താണ് pH ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ. സോ ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ ഇവിടെ ഇൻക്രീസ് ചെയ്യാണ് ഉണ്ടാവുന്നത്. ഈ ഒരു കാർബോണിക് ആസിഡിൽ നിന്ന് ഹൈഡ്രജൻ അയോൺ റിലീസ് ചെയ്യുമ്പോൾ വാട്ടറിൽ ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുകയും pH കുറയുകയാണ് ചെയ്യുന്നത്. pH കുറയാന്ന് പറയുമ്പോൾ എന്തായിരിക്കും? pH കുറയാന്ന് പറയുമ്പോൾ അസിഡിറ്റി ആണ് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെ. അതായത് 7 എന്ന് പറയുന്നത് ബേസിക്കും അതുപോലെ 7ലേക്ക് താഴെയുള്ള വാല്യൂലേക്ക് വരുമ്പോൾ അസിഡിക് ക്യാരക്ടർ ആണ് കൂടുന്നത്. സോ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നതോറും അസിഡിറ്റി ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. സോ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അപ്പോൾ അസിഡിറ്റിക്ക് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പെർമിസിബിൾ ലെവൽ ഓഫ് ടർബിഡിറ്റി ഇൻ ഡ്രിങ്കിങ് വാട്ടർ ഈസ്. അപ്പോൾ ഡ്രിങ്കിങ് വാട്ടറിലെ ടർബിഡിറ്റിയുടെ പെർമിസിബിൾ ലെവലാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ ടർബിഡിറ്റി മാത്രമല്ല കളർ, ഓർഡർ, ക്ലോറൈഡ്, സൾഫേറ്റ് അതിൻ്റെയൊക്കെ പെർമിസിബിൾ ലിമിറ്റ് ചോദിക്കാറുണ്ട്. സോ ഇതാണ് ആ ഒരു വാല്യൂസ് എന്ന് പറയുന്നത്. ആസ് പെർ IS 10500/2010 ലിമിറ്റ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ടർബിഡിറ്റി 5 to 10 ppm ആണ്. ദെൻ കളർ 5 to 20 ppm. ടേസ്റ്റ് ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് 1 to 3 TON. TON എന്ന് പറയുമ്പോൾ ത്രഷോൾഡ് ഓർഡർ നമ്പർ, അതിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 20 degrees Celsius. ടോട്ടൽ സോളിഡ്സ് എന്ന് പറയുന്നത് 500 mg/L ആണ് പെർമിസിബിൾ ലിമിറ്റ്. pH 6.5 to 8.5 ഇടയിലായിരിക്കണം. 7 ക്ലോസ് ആയിട്ടുള്ള വാല്യൂസ്. ഹാർഡ്നെസ് എന്ന് പറയുന്നത് ഫോർ പബ്ലിക് സപ്ലൈ ലിമിറ്റ് ചെയ്തിരിക്കുന്നത് 75 to 115 ppm ആണ് ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അക്സെപ്റ്റബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് 200 ppm ആണ്. പിന്നെ 600 ppm മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ ഹൈലി വെരി ഹാർഡ് ആയിരിക്കും. സോ അതൊരിക്കലും യൂസ്ഫുൾ ആയിരിക്കില്ല. അത് ഹൈലി റിജക്ട് ചെയ്യുകയാണ് ചെയ്യുക. ദെൻ ക്ലോറൈഡ്സ് ആയാലും സൾഫേറ്റ് ആയാലും ലെസ് ദാൻ 250 mg/L ആണ്. കമ്മിങ് ടു റെസിഡ്യുവൽ ക്ലോറിൻ ഇറ്റ് ഈസ് 0.2 ppm ആണ്. ദെൻ നൈട്രേറ്റ് എന്ന് പറയുന്നത് 45 mg/L. നൈട്രേറ്റ് എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഉണ്ടാകാൻ പാടില്ല. ഈവൻ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് നൈട്രേറ്റ് ഈസ് ഹൈലി ടോക്സിക്. സോ അതുകൊണ്ട് തന്നെ നൈട്രൈറ്റ് 0 ആയിരിക്കും. അതിന് പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് നൈട്രേറ്റ് 45 ആണ്. അത് ശ്രദ്ധിക്കുക. ഇപ്പൊ നൈട്രേറ്റിന്റെ വാല്യൂ ഇൻക്രീസ് ആയാലും സം പ്രോബ്ലംസ് ഡിസീസസ് ലൈക്ക് ബ്ലൂ ബേബി സിൻഡ്രോം അല്ലെങ്കിൽ മെത്തമോഗോബിനിമിയ എന്ന് പറഞ്ഞ ഡിസീസ് ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ദെൻ ഫ്ലൂറൈഡ് എന്ന് പറയുന്നത് 1 mg/L ആണ് അതിന്റെ പെർമിസിബിൾ ലിമിറ്റ്. ദെൻ അയൺ 0.3 mg/L ആണ്. കോപ്പർ ആൻഡ് മാംഗനീസ് ഒക്കെ വളരെ ചെറിയൊരു വാല്യൂ ആണ്. ദാറ്റ് ഈസ് 0.05 mg/L. BOD 0 ആയിരിക്കും. ദെൻ നമ്മൾ ചോദിച്ചിരുന്നത് ഇവിടെ ടർബിഡിറ്റി ആയിരുന്നു. നമ്മൾ കണ്ടു 5 to 10 ppm ആണ് അതിൽ പെർമിസിബിൾ ലെവൽ എന്ന് പറയുന്നത്. Coming to the next question, the phenolic compounds in public water supply should not be more than. അപ്പോൾ phenolic compounds ന്റെ കാര്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, phenolic compounds എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നോക്കാം. അതിന്റെ ലിമിറ്റ് നമ്മൾ നേരത്തെ കണ്ടിരുന്നില്ല അല്ലെ.
Phenolic compounds എന്ന് പറയുന്നത് which is exist in water bodies due to discharge of polluted wastewater from industries, agriculture and domestic activities into water bodies. അപ്പോൾ agriculture, industrial and domestic activitiesന്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന ഫിനോളിക് കോമ്പൗണ്ട്സ് വാട്ടറിലേക്ക് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ കോമ്പൗണ്ട്സ് വളരെ സിവിയർ എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഹ്യൂമൻസിലായാലും അനിമൽസിലായാലും വളരെ സിവിയർ ആയിട്ടുള്ള എഫക്റ്റ് ആണ് കാരണമാകുന്നത്. കാർസിനോജൻസ് ആണ് എന്ത് ഫിനോളിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് കാർസിനോജൻസ് ആണ്. കാർസിനോജൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്യാൻസർ കോസിംഗ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ കാർസിനോജൻസ് എന്ന് പറയുന്നത്. ഹൈലി ഹാംഫുൾ ആണ് ഫിനോളിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. സോ അതുകൊണ്ട് തന്നെ ഫിനോളിക് കോമ്പൗണ്ട്സിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് വളരെ വളരെ ചെറിയൊരു വാല്യൂ ആണ്. ഇത് വിട്ട് 0.001 ppm ആണ് ഫിനോളിക് കോമ്പൗണ്ടിന് പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വിട്ട് ഒരിക്കലും കൂടാൻ പാടില്ല. നമുക്കറിയാം ഈവൻ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഫിനോളിക് കോമ്പൗണ്ട് ലീഡ് ടു ക്യാൻസർ കോസിങ് ഡിസീസസ്. സോ അതുകൊണ്ട് തന്നെ ഓർത്ത് വയ്ക്കുക, വളരെ ചെറിയ വാല്യൂ ആണ്. എത്ര വാല്യൂ എന്ന് ചോദിക്കുകയാണെങ്കിൽ 0.001 ppm ആണ് ഫിനോളിക് കോമ്പൗണ്ട്സിന്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ ഹിയർ ഓപ്ഷൻ സി വിൽ ബി ദി ആൻസർ. കമ്മിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും ടർബിഡിറ്റിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ടർബിഡിറ്റി ഈസ് മെഷേർഡ് ഓൺ option A standard silica scale, option B standard cobalt scale, option C standard platinum scale and option D platinum cobalt scale. So എന്താണ് ടർബിഡിറ്റി? ടർബിഡിറ്റി എന്ന് പറയുന്നത് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ വാട്ടർ സാമ്പിൾ ടു ദി പാസിംഗ് ഓഫ് ലൈറ്റ്. അതായത് ലൈറ്റ് പാസ് ചെയ്യുന്നതിനുള്ള ഒരു ഒബ്സ്ട്രക്ഷൻ ആണ്. ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതാണ് ടർബിഡിറ്റിയുടെ ഒരു മെഷർ എന്ന് പറയുന്നത്. അപ്പോൾ ടർബിഡിറ്റി എന്തുകൊണ്ടൊക്കെയാണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് പ്രസൻസ് ഓഫ് സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ലൈക്ക് ക്ലേ, സിൽറ്റ്, അതൊക്കെ കാരണം കൊണ്ട്. 2 പ്രസൻസ് ഓഫ് ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് മാറ്റർ. 3 പ്രസൻസ് ഓഫ് ബാക്ടീരിയ, ആൽഗെ, ഫംഗി എക്സെട്ര. 4 ഡീകമ്പോസ് വെജിറ്റേഷൻ മാറ്റർ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കുന്ന മാറ്റർ. നമുക്കറിയാം പ്യുവർ വാട്ടറിലേക്ക് കൂടി ആണെങ്കിൽ ലൈറ്റ് വളരെ ഈസി ആയിട്ട് പാസ് ചെയ്ത് പോകും. ഇഫ് ഇറ്റ് ഈസ് എ മഡി വാട്ടർ, അതായത് സസ്പെൻഡഡ് പാർട്ടിക്കിൾസും ക്ലേ, സിൽറ്റ്, ഓർഗാനിക് മാറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ ലൈറ്റ് പാസേജ് അവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ ആയിരിക്കും. സോ അതാണ് ടർബിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് ടർബിഡിറ്റി മെഷർ ചെയ്യുന്നതും. ടർബിഡിറ്റി സിലിക്ക സ്കെയിലാണ് നമ്മൾ യൂഷ്വലി മെഷർ ചെയ്യുന്നത്. സോ 1 milligram സിലിക്ക മിക്സഡ് ഇൻ 1 liter ഓഫ് വാട്ടർ. സോ പെർമിസിബിൾ വാല്യൂ ഓഫ് ടർബിഡിറ്റി ഇൻ ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ് 5 to 10 ppm തന്നെയാണ് വാല്യൂ. ദെൻ ഇതാണ് ഇപ്പൊ ആൻസർ. ഇവിടെ സ്റ്റാൻഡേർഡ് സിലിക്ക സ്കെയിൽ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. Next question, if the total hardness of water is greater than its total alkalinity, the carbonate hardness will be equal to. അതായത് ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ ഹാർഡ്നെസ് ടോട്ടൽ ആൽക്കലൈനിറ്റിനേക്കാളും ഹയർ ആയിട്ടുണ്ടെങ്കിൽ കാർബണേറ്റ് ഹാർഡ്നെസ് എങ്ങനെയായിരിക്കും? കാർബണേറ്റ് ഹാർഡ്നെസ് എന്തായിരിക്കും? സോ നമുക്ക് ഒരു ഹാർഡ്നെസ്സിനെ ബേസിക് ക്ലാസിഫിക്കേഷൻ അതെങ്ങനെ മെഷർ ചെയ്യുന്നതെന്ന് നോക്കാം. ഹാർഡ്നെസ് നമ്മൾ ജനറലി എക്സ്പ്രസ് ആസ് ppm ഓഫ് കാൽഷ്യം കാർബണേറ്റ്. കാൽഷ്യം കാർബണേറ്റിന്റെ ബേസിസിലാണ് നമ്മൾ യൂഷ്വലി ഹാർഡ്നെസ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ അതും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റൻ ആണ്. കാൽസ്യം കാർബണേറ്റിന്റെ ബേസിസിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ടെമ്പററി ഹാർഡ്നെസ്സും പെർമനന്റ് ഹാർഡ്നെസ്സും ഉണ്ട്. സോ ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ദി കാർബണേറ്റ്സ് ആൻഡ് ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം. അപ്പൊ കാൽഷ്യം മെഗ്നീഷ്യം ആണ് എപ്പോഴും ഹാർഡ്നെസ് ഉണ്ടാക്കുന്ന 2 അയോൺസ് എന്ന് പറയുന്നത്. കാൽഷ്യത്തിന്റെ അയോൺസ്, മെഗ്നീഷ്യത്തിന്റെ അയോൺസ്. അപ്പൊ കാൽഷ്യത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെയും കാർബണേറ്റ്സും ബൈകാർബണേറ്റ്സും ആയിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ ദെൻ ഇറ്റ് വിൽ ബി ടെമ്പററി ഹാർഡ്നെസ്. ഓക്കെ, ടെമ്പററി ഹാർഡ്നെസ്സിനെ തന്നെയാണ് നമ്മൾ കാർബണേറ്റ് ഹാർഡ്നെസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതും ശ്രദ്ധിക്കുക. കാർബണേറ്റ് ഹാർഡ്നെസ് എന്ന് പറയുന്നത് ടെമ്പററി ഹാർഡ്നെസ് തന്നെയാണ്. ദെൻ ആൽക്കലൈൻ ഹാർഡ്നെസ് എന്നും പറയാറുണ്ട്. റിമൂവൽ ഓഫ് ഹാർഡ്നെസ് ബൈ ബോയിലിംഗ് ഓഫ് വാട്ടർ ഓർ അഡീഷൻ ഓഫ് ലൈം. അതായത് ഹാർഡ്നെസ്, ടെമ്പററി ഹാർഡ്നെസ് നമുക്ക് ജസ്റ്റ് വാട്ടർ ബോയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നീക്കം ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ലൈം അഡീഷൻ കൊണ്ട് റിമൂവ് ചെയ്യാം. അപ്പൊ 2 ടെക്നിക് ഓഫ് റിമൂവിങ് ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയുന്നത് ഒന്ന് ബോയിലിംഗ് ഓഫ് വാട്ടറും പിന്നെ അഡീഷൻ ഓഫ് ലൈം ആണ് കോമൺലി യൂസ് ചെയ്യുന്ന മെത്തേഡ്. ദെൻ കമ്മിങ് ടു പെർമനന്റ് ഹാർഡ്നെസ്. പെർമനന്റ് ഹാർഡ്നെസ് എന്ന് പറയുന്നത് ഡ്യൂ ടു അതർ സോൾട്സ് ലൈക്ക് ഓൾസോ നോൺ ആസ് നോൺ കാർബണേറ്റ് ഹാർഡ്നെസ് എന്നും പറയുന്നുണ്ട്. അതുപോലെ നോൺ ആൽക്കലൈൻ ഹാർഡ്നെസ് എന്നും പറയുന്നുണ്ട്. നോൺ കാർബണേറ്റ് ഹാർഡ്നെസ് എന്നും പലപ്പോഴും നമുക്ക് ഈ പ്രോബ്ലംസിലൊക്കെ കാണുന്നത് അങ്ങനെയായിരിക്കും. ദെൻ റിമൂവ് ബൈ സ്പെഷ്യൽ മെത്തേഡ് ലൈക്ക് ലൈം സോഡ പ്രോസസ്, സിയോലൈറ്റ് പ്രോസസ് ഒക്കെയാണ് നമുക്ക് പെർമനന്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെയിൻ പ്രോസസ് എന്ന് പറയുന്നത്. ടോട്ടൽ ഹാർഡ്നെസ് എന്ന് പറയുന്നത് കാർബണേറ്റ് ഹാർഡ്നെസ് പ്ലസ് നോൺ കാർബണേറ്റ് ഹാർഡ്നെസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം അതായത് ടെമ്പററി ഹാർഡ്നെസ് പ്ലസ് പെർമനന്റ് ഹാർഡ്നെസ് ആയിരിക്കും ടോട്ടൽ ഹാർഡ്നെസ്. അത് തന്നെയാണ് കാർബണേറ്റ് ഹാർഡ്നെസ് പ്ലസ് നോൺ കാർബണേറ്റ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 2 കേസസ് ആണ് ഉള്ളത്. ടോട്ടൽ ഹാർഡ്നെസ് ആൽക്കലൈറ്റിനേക്കാൾ കൂടി വരുന്ന ഒരു കേസ്.
അപ്പോൾ ടോട്ടൽ ഹാർഡ്നെസ് ഇസ് ഗ്രേറ്റർ ദാൻ ആൽക്കലിനിറ്റി ആകുമ്പോൾ കാർബണേറ്റ് ഹാർഡ്നെസ് എന്ന് പറയുന്നത് ആൽക്കലിനിറ്റി തന്നെയായിരിക്കും. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ടോട്ടൽ ഹാർഡ്നെസ് എന്ന് പറയുന്നത് ആൽക്കലിനിറ്റിനേക്കാളും വലിയ വാല്യൂ ആണെങ്കിൽ കാർബണേറ്റ് ഹാർഡ്നെസ് എന്ന് പറയുന്നത് ആൽക്കലിനിറ്റി തന്നെയാണ്. ദെൻ കമ്മിങ് ടു നോൺ കാർബണേറ്റ് ഹാർഡ്നെസ്, നമുക്കറിയാം ടോട്ടൽ ഹാർഡ്നെസ്സിൽ നിന്ന് കാർബണേറ്റ് ഹാർഡ്നെസ് കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കിട്ടും. അപ്പോൾ ഇതാണ് ശ്രദ്ധിച്ച് ഓർത്ത് വെക്കുന്നത്. ടോട്ടൽ ഹാർഡ്നെസ് ആൽക്കലിനിറ്റിനേക്കാളും വലുതാണെങ്കിൽ കാർബണേറ്റ് ഹാർഡ്നെസ് ആൽക്കലിനിറ്റി തന്നെയായിരിക്കും. നേരെ തിരിച്ചുള്ള കേസ് ഇനി നോക്കാം. ടോട്ടൽ ഹാർഡ്നെസ് ലെസ് ദാൻ ആൽക്കലിനിറ്റി, ഈക്വൽ ആയാലും ഇത് തന്നെയാണ് കേസ്. ദെൻ കാർബണേറ്റ് ഹാർഡ്നെസ് അഥവാ ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയുന്നത് ടോട്ടൽ ഹാർഡ്നെസ് തന്നെയായിരിക്കും. ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടോ. കാർബണേറ്റ് ഹാർഡ്നെസ് എന്ന് പറയുന്നത് ടോട്ടൽ ഹാർഡ്നെസ് തന്നെയായിരിക്കും ഈ ഒരു കണ്ടീഷനിൽ. ദെൻ നോൺ കാർബണേറ്റ് ഹാർഡ്നെസ് സാധാരണ പോലെ തന്നെ ടോട്ടൽ ഹാർഡ്നെസ് മൈനസ് കാർബണേറ്റ് ഹാർഡ്നെസ് ചെയ്താൽ മതി. ഇവിടെ എന്തായാലും നോൺ കാർബണേറ്റ് ഹാർഡ്നെസ് ഇങ്ങനെ ഈ ഒരു കേസിലാണെങ്കിൽ എത്ര വരും? കാർബണേറ്റ് ഹാർഡ്നെസിന്റെ ടോട്ടൽ ഹാർഡ്നെസ് സെയിം ആണ്, 0 ആയിരിക്കും എന്ന് അറിയാം. നോൺ കാർബണേറ്റ് ഹാർഡ്നെസ് എപ്പോൾ ടോട്ടൽ ഹാർഡ്നെസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽക്കലിനിറ്റി ആയിട്ടുണ്ടെങ്കിൽ നോൺ കാർബണേറ്റ് ഹാർഡ്നെസ് നമുക്ക് കണ്ണുമൂട്ടി ചെയ്താൽ 0 ആയിരിക്കും. ദെൻ ഇവിടെ ചോദിച്ചിരുന്നത് എന്ന് പറയുന്നത് ടോട്ടൽ ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഇസ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് ആൽക്കലിനിറ്റി എന്നാണ്. അപ്പോൾ ആദ്യത്തെ കേസാണ് അല്ലെ, ഈ ഒരു കേസാണ് ചോദിച്ചിരുന്നത്. സോ ഇവിടെ നമുക്ക് എന്താണ് കാർബണേറ്റ് ഹാർഡ്നെസ് എന്ന് പറയുന്നത് ആൽക്കലിനിറ്റി ആണ് നമുക്ക് കണ്ടു. സോ ആൻസർ വിൽ ബി ടോട്ടൽ ആൽക്കലിനിറ്റി, ഓപ്ഷൻ. Next question, if the expressed turbidity of water is more than 500 ppm, the turbidimeter used for analysis. Option A, Jackson turbidimeter, option B, Hellig turbidimeter, option C, Bales turbidimeter, and option D, any one of the above. സോ നമുക്ക് ബേസിക് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടർബിഡിമീറ്റേഴ്സ് ആണ്. ഒന്ന് ജാക്സൺ ടർബിഡിമീറ്റർ, ഓപ്ഷൻ ദെൻ ബെയിൽസ് ടർബിഡിമീറ്റർ, ദെൻ മോഡേൺ കൊമേഴ്ഷ്യൽ ടർബിഡിമീറ്റർ, നെഫ്ലോമീറ്റേഴ്സ് നമുക്ക് കോമൺലി വിളിക്കും. സോ ഇതിൽ ജാക്സൺസ് ടർബിഡിറ്റി മീറ്റർ ആണ് നമ്മൾ 25 ppm to 1000 mg/L വരെയുള്ള ഒരു ടർബിഡിറ്റി റേഞ്ചിൽ യൂസ് ചെയ്യുന്ന ടർബിഡിറ്റി മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ppm എന്ന് പറയുന്നത് mg/L എന്ന് പറയുന്നത് സെയിം യൂണിറ്റ് തന്നെയാണ്. ഒരു ppm എന്ന് പറഞ്ഞാൽ 1 mg/L തന്നെയാണ്. ഓക്കെ, അത് നമുക്ക് ഇന്റർചേഞ്ച് ആയിട്ട് പലയിടത്തും യൂസ് ചെയ്തിട്ടുണ്ട്. ppm mg/L സെയിം തന്നെയാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. ദെൻ നെക്സ്റ്റ് ടർബിഡിമീറ്റർ ആണ് ബെയിൽസ്. അത് 0 to 10 mg/L ആണ് ജനറലി മെഷർ ചെയ്യുന്നത്. ദെൻ നെഫ്ലോമീറ്റേഴ്സ് ആണ് മോഡേൺ കൊമേഴ്ഷ്യൽ ടർബിഡിമീറ്റർ യൂസിങ് ലൈറ്റ് സ്കാറ്ററിങ്. അതിന്റെ പ്രിൻസിപ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കാറ്ററിങ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഇപ്പോഴത്തെ നെഫ്ലോമീറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അത് യൂസ് ചെയ്യുന്നത് 0 to 1 ppm ആണ്. ഈ ജാക്സൺ ടർബിഡിറ്റി മീറ്ററിന്റെ ടർബിഡിറ്റി റേഞ്ച് എന്ന് പറയുന്നത് ഇത്ര ഹൈ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഡ്രിങ്കിങ് വാട്ടർ ടെസ്റ്റിനൊന്നും നമ്മൾ ജാക്സൺ ടർബിഡിറ്റി മീറ്റർ വെച്ചിട്ട് ടർബിഡിറ്റി ടെസ്റ്റ് ചെയ്യാറില്ല. ഏറ്റവും കൂടുതൽ ഇപ്പൊ നെഫ്ലോമീറ്റേഴ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ചോദിച്ചിരുന്നത് മോർ ദാൻ 500 ppm ആയതുകൊണ്ട് തന്നെ ആൻസർ എന്തായിരിക്കും? ജാക്സൺസ് ടർബിഡിമീറ്റർ തന്നെയാണ് ആൻസർ ആയിട്ട് വരാം. 7th question, is coliform bacteria is present in a sample of water, then coliform test is to be conducted is perspective coliform, confirmed coliform test, completed coliform test. അപ്പോൾ ഇതിൽ ഏതൊക്കെ ടെസ്റ്റ് ചെയ്യണം, ഏതൊക്കെ സ്റ്റെപ്പ് ഓഫ് ടെസ്റ്റ് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. ഓൺലി 1 മാത്രമുണ്ട്, ഓൺലി 1 and 2 ഉണ്ട്, ബോത്ത് 1 and 3 ഉണ്ട്, ഓൾ 1, 2 and 3 ഉണ്ട് ഓപ്ഷനിൽ. സോ നമുക്ക് അതിൻ്റെ ഒരു കോളിഫോം ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. സോ ബേസിക്കലി കോളിഫോം ടെസ്റ്റ് എന്ന് പറയുന്നത് ഈക്കോളി അല്ലെങ്കിൽ കോളിഫോം ബാക്ടീരിയനെ എമൗണ്ട് ഡിറ്റർമിൻ ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ്. സോ അതിൽ 3 സ്റ്റേജാണ് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജാണ് പെർസെപ്റ്റീവ് സ്റ്റേജ്, 2 കൺഫേം സ്റ്റേജ്, 3 കംപ്ലീറ്റഡ് സ്റ്റേജ്. തന്നെയാണ് ആ ഒരു ഓപ്ഷനിലും കണ്ടത്. സോ പെർസെപ്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ബൈ സെലക്ടിങ് എ സ്യൂട്ടബിൾ സെറ്റ് ഓഫ് സാമ്പിൾ ട്യൂബ്, ഒരു നമ്പർ ഓഫ് സാമ്പിളിംഗ് ട്യൂബ്സ് നമ്മൾ സെലക്ട് ചെയ്യും. ദ റോ വാട്ടർ സാമ്പിൾ ഈസ് ഫിൽഡ് ആൻഡ് കൾച്ചർ മീഡിയ ഈസ് ആഡഡ്, ദെൻ എൻ്റയർ സെറ്റ് ഈസ് കെപ്റ്റ് ഇൻ ഇൻക്യുബേഷൻ. അപ്പോൾ ഈ ഇൻക്യുബേഷൻ കഴിഞ്ഞിട്ട് ഇഫ് ഗ്യാസ് ഈസ് ഫോംഡ് ഇൻ എനി വൺ ഓഫ് ദി സാമ്പിളിംഗ് ട്യൂബ് ദെൻ ഇറ്റ്സ് റിപ്പോർട്ടഡ് ആസ് പോസിറ്റീവ് ടെസ്റ്റ് ഓർ എൽസ് നെഗറ്റീവ് ടെസ്റ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു ഇത്രയും ടൈമിൽ ഇൻക്യുബേറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ നമ്പർ ഓഫ് ടെസ്റ്റ് ട്യൂബ്സിൽ സാമ്പിളിംഗ് ട്യൂബ്സിൽ ഈ ഒരു കൾച്ചറിങ് മീഡിയ ഒഴിച്ചതിന് ശേഷം ഇൻക്യുബേഷൻ കഴിഞ്ഞതിന് ശേഷം പോസിറ്റീവ് ടെസ്റ്റ് റിസൾട്ട് നമ്മൾ നെഗറ്റീവ് ടെസ്റ്റ് റിസൾട്ട് ഉള്ള സാമ്പിൾസ് കാറ്റഗറൈസ് ചെയ്യും. ഇനി കൺഫേം സ്റ്റേജിൽ വരുമ്പോൾ ഈ പോസിറ്റീവ് സെറ്റ് ഒബ്റ്റെയിൻ ചെയ്ത സാമ്പിൾസ് എടുക്കും. എന്നിട്ട് നമ്മൾ കൾച്ചറിങ് മീഡിയം വീണ്ടും അതിൽ ആഡ് ചെയ്തിട്ട് വീണ്ടും ഈ സെയിം സ്റ്റെപ്പ് തന്നെ ഇൻക്യുബേറ്റ് ചെയ്ത് വയ്ക്കും. and ഇവിടെ വീണ്ടും presence of at this stage if ഇവിടെ ഗ്യാസ് ഫോം ചെയ്യുകയാണെങ്കിൽ എന്താണ് അവിടെ ബാക്ടീരിയയുടെ പ്രസൻസ് ആണ് അവിടെ കൺഫേം ചെയ്യുന്നത്. അതാണ് കൺഫേംഡ് സ്റ്റേജ് എന്ന് വിളിക്കുന്നത്. ഇവിടെയാണ് ബാക്ടീരിയ കൺഫേം ചെയ്യപ്പെടുന്നത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്.
ഇനി കംപ്ലീറ്റഡ് സ്റ്റേജിലോട്ട് വരുമ്പോഴാണ് അപ്പോൾ ഈ പോസിറ്റീവ് സെറ്റ് ഒബ്റ്റെയിൻ ഇൻ കൺഫേംഡ് സ്റ്റേജ് ഈസ് അഗെയിൻ ആഡഡ് വിത്ത് കൾച്ചർ മീഡിയം ആൻഡ് ഇൻക്യുബേറ്റഡ് ദെൻ ദി ടോട്ടൽ നമ്പർ ഓഫ് ബാക്ടീരിയ കോളനീസ് എക്സ്പ്രസ്ഡ് ആസ് MPN per 100 milli of water. അപ്പോൾ ഈ സെയിം സ്റ്റെപ്പ് തന്നെയാണ് കംപ്ലീറ്റഡ് സ്റ്റേജിൽ റിപ്പീറ്റ് ചെയ്യുന്നത്. പോസിറ്റീവ് ടെസ്റ്റ് റിസൾട്ട് ഒബ്റ്റെയിൻ ചെയ്ത കൺഫേംഡ് സ്റ്റേജിൽ ഒബ്റ്റെയിൻ ചെയ്ത സാമ്പിൾസ് എടുത്തിട്ട് വീണ്ടും നമ്മൾ കൾച്ചർ മീഡിയ ആഡ് ചെയ്തിട്ട് ഇൻക്യുബേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ബാക്ടീരിയ കോളനീസിന്റെ നമ്പർ നമ്മൾ കൗണ്ട് ചെയ്തിട്ട് അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന നമ്പറാണ് MPN എന്ന് പറയുന്നത്. MPN ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. MPN എന്ന് പറഞ്ഞാൽ എന്താണ്? മോസ്റ്റ് പ്രോബബിൾ നമ്പർ. ഓക്കെ, MPN മോസ്റ്റ് പ്രോബബിൾ നമ്പർ. അപ്പോൾ ഒരു 100 ml വാട്ടറിലുള്ള MPN നമ്മൾ നോട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് കംപ്ലീറ്റഡ് സ്റ്റേജ് ഓഫ് ഈക്വലി ടെസ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ യൂഷ്വലി ഡ്രിങ്കിങ് വാട്ടറിൽ MPN എന്ന് പറയുന്നത് നില്ലാണ്, 0 ആണ്. സോ ഇവിടെ ചോദിച്ചിരുന്നത് എന്തായിരുന്നു? അപ്പോൾ ഒരു വാട്ടറിൽ ഒരു വാട്ടറിൽ കോളിഫോം ബാക്ടീരിയയുടെ പ്രസന്റ് ആണെന്ന് കൺഫേം ചെയ്യണമെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ കോളിഫോം ബാക്ടീരിയ പ്രസന്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഏതൊക്കെ ടെസ്റ്റ് ചെയ്യണം? സോ ഈ 3 സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യണം. ടെസ്റ്റ് ചെയ്യണം. പെർസ്പെക്റ്റീവ് ടെസ്റ്റ് ആസ് വെൽ ആസ് കൺഫേം ടെസ്റ്റ് ആൻഡ് കംപ്ലീറ്റഡ് ടെസ്റ്റ് ഈസ് നീഡ് ടു ബി ഡൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിയോലൈറ്റ് പ്രോസസ് ക്യാൻ ലോവർ ഹാർഡ്നെസ് അപ് ടു. സിയോലൈറ്റ് പ്രോസസ് നമ്മൾ നേരത്തെ കണ്ടു, പെർമനന്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് സിയോലൈറ്റ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാർഡ്നെസ് എത്ര വരെ ലോവർ ചെയ്യാൻ പറ്റും സിയോലൈറ്റ് ഹാർഡ്നെസ് വഴി? ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യുന്ന ബോയിലിംഗ് ആൻഡ് അഡീഷൻ ഓഫ് ലൈം നമ്മൾ കണ്ടതാണ്. ദെൻ പെർമനന്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടെക്നിക്സ് ആണിത്. ഒന്ന് ലൈം സോഡ പ്രോസസ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കുക പ്രോസസ്സിന്റെ പേരുകളൊക്കെ. ലൈം സോഡ പ്രോസസ്, ബേസ് എക്സ്ചേഞ്ച് പ്രോസസ്സ്, അതിന് തന്നെയാണ് സിയോലൈറ്റ് പ്രോസസ് എന്ന് പറയുന്നത്, അഥവാ കാറ്റോൺ എക്സ്ചേഞ്ച് പ്രോസസ്. ദെൻ ഡീമിനറലൈസേഷൻ പ്രോസസ് ഉണ്ട്. ഇതൊക്കെയാണ് ബേസിക്കലി ഏറ്റവും കോമൺലി യൂസ്ഡ് ഫോർ റിമൂവിങ് പെർമനന്റ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ സിയോലൈറ്റ് പ്രോസസ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത്. സിയോലൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നാച്ചുറൽ സോൾസ് ആണ്, അഥവാ ക്ലേ വിച്ച് ആർ എന്താണ് അതിന്റെ പ്രത്യേകത? വിച്ച് ആർ സിന്തൈസ്ഡ് ഇൻ ലബോറട്ടറീസ്. സോ ദേ ആർ ഹൈഡ്രേറ്റഡ് സിലിക്കാസ് ഓഫ് സോഡിയം ആൻഡ് അലുമിനിയം. ഹൈഡ്രേറ്റഡ് സിലിക്കേറ്റ്സ് ഓഫ് സോഡിയം ആൻഡ് അലുമിനിയം ആണ് എന്ത് സിയോലൈറ്റ് എന്ന് പറയുന്നത്. ഒരു കെമിക്കൽ ഫോർമുലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഹൈഡ്രേറ്റഡ് അലുമിനിയം എന്നും നമ്മൾ അലുമിനിയം എന്നും നമ്മൾ കോമൺലി പറയാറുണ്ട്. സോ അതിൻ്റെ ഒരു കെമിക്കൽ നെയിമും ഒരു ക്വസ്റ്റ്യൻ ഗേറ്റ് എക്സാംസിനൊക്കെ ഇതൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സോ അത് നോട്ട് ചെയ്ത് വെക്കണം. വൺ ഓഫ് ദി മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് സിയോലൈറ്റ് പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? 0 ഹാർഡ്നെസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും ഈ ഒരു സിയോലൈറ്റ് പ്രോസസ്സ് വഴി. സോ അതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സോ ഇത് അതുകൊണ്ട് തന്നെ 0 ഹാർഡ്നെസ് ഒബ്റ്റെയിൻ ചെയ്യാവുന്നത് കൊണ്ട് തന്നെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിലും ബോയിലേഴ്സിലും ഒക്കെ സിയോലൈറ്റ് പ്രോസസ്സ് യൂസ് ചെയ്യുന്നുണ്ട് പെർമനന്റ് ഹാർഡ്നെസ് റിമൂവലിന്. സോ ഇവിടെ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എത്ര വരെ ഹാർഡ്നെസ് നമുക്ക് സിയോലൈറ്റ് പ്രോസസ്സ് വഴി ലോവർ ചെയ്യാൻ പറ്റും? അപ്പോൾ നമുക്ക് കണ്ടു 0 ഹാർഡ്നെസ് വരെ നമുക്ക് പറ്റും. സോ ഓപ്ഷൻ എ 0 mg/L വിൽ ബി ദി ആൻസർ. Ninth question, the standard unit of color of water is that which is produced by 1 mg of dash dissolved in 1 liter of distilled water. Option A, finely divided silica. Option B, platinum cobalt. Option C, potassium permanganate. And option D, formazine. നമുക്കപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. A standard unit of color is that which is produced by 1 mg of platinum cobalt dissolved in 1 liter of distilled water. അപ്പോൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് കളർ എന്ന് പറയുന്നത് 1 milliliter of platinum cobalt 1 liter of distilled waterൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്ത് സ്റ്റാൻഡേർഡ് യൂണിറ്റ്. Then the standard unit of turbidity എന്ന് പറയുന്നത് is that produced by 1 mg of finely divided silica in 1 liter of water. 1 liter of waterൽ 1 mg of finely divided silica പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ടർബിഡിറ്റി എന്ന് പറയുന്നത്. The nephelometric turbidity unit sometimes referred as FTU. അപ്പോൾ നമ്മൾ നെഫ്ലോമെട്രിക് ടർബിഡിറ്റി യൂണിറ്റ് ആണ് യൂഷ്വലി ടർബിഡിറ്റിക്ക് യൂസ് ചെയ്യുന്നത്. FTU വെച്ചിട്ട് സംടൈംസ് യൂസ് ചെയ്യുന്നുണ്ടാകും ഫോർമാസിൻ ടർബിഡിറ്റി യൂണിറ്റ്. ഫോർമാസിൻ പോളിമർ ആണ് നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് സിലിക്ക യൂസ് ചെയ്യുന്നതെങ്കിൽ FTU വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ദെൻ ഇവിടെ ചോദിച്ചിരുന്നത് അപ്പോൾ എന്തിൻ്റെ കളറിൻ്റെ കാര്യമായിരുന്നു. കളറിന് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ പ്ലാറ്റിനം കൊബാൾട്ട് ആണ്. 1 liter of distilled waterൽ ഡിസോൾവ് ചെയ്യുന്നത്. Next question, the water can be considered as soft if hardness less than. Okay, ഹാർഡ്നെസ് എത്രയും ലെസ് ആകുമ്പോഴാണ് സോഫ്റ്റ് വാട്ടർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഹാർഡ്നെസ് വീണ്ടും 3-4 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സോഫ്റ്റ്, മീഡിയം ഹാർഡ് ആൻഡ് വെരി ഹാർഡ് എന്നുള്ള ഒരു കാറ്റഗറീസ് ആണുള്ളത്. ഇതും നോട്ട് ചെയ്ത് വയ്ക്കേണ്ടതാണ്. 0 to 75 ppm വരെയാണ് സോഫ്റ്റ് വാട്ടർ എന്നായിട്ട് അറിയപ്പെടുന്നത്.
Then 75 to 150 ppm range ആണ് medium hard. Then 150 to 300 ആകുമ്പോൾ hard water ആവുന്നു. Then greater than 300 ലോട്ട് പോകുമ്പോൾ very hard ആവുന്നു water. So ഇതാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ചോദിച്ചിരുന്നത് എന്തായിരുന്നു, സോഫ്റ്റ് വാട്ടർ ആണ്. അപ്പോൾ ഹാർഡ്നെസ് 75-നേക്കാളും ലെസ് ആവണം എന്നാണ് ഹാർഡ് സോഫ്റ്റ് വാട്ടർ ആവണമെങ്കിലുള്ള കണ്ടീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ടെസ്റ്റ് യൂസ്ഡ് ഫോർ ഡിറ്റർമിൻ ദ ബയോളജിക്കൽ ക്വാളിറ്റി ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ഈസ്. അപ്പോൾ ബയോളജിക്കൽ ക്വാളിറ്റി ഓഫ് ഡ്രിങ്കിങ് വാട്ടർ എന്ന് ചെയ്യുന്നൊരു ടെസ്റ്റ് ആണ്. ഓപ്ഷൻ എ അസിഡിറ്റി ടെസ്റ്റ്, ഓപ്ഷൻ ബി കോളിഫോൺ ടെസ്റ്റ്, ഓപ്ഷൻ സി അയോഡിൻ ടെസ്റ്റ്, ഓപ്ഷൻ ഡി വിഡാൽ ടെസ്റ്റ്. അപ്പോൾ ഇത് നമുക്കറിയാം, നേരത്തെ കണ്ടതാണ്. ബയോളജിക്കൽ ക്വാളിറ്റി ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ടെസ്റ്റ് ആണ് കോളിഫോൺ ടെസ്റ്റ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓസ്മോസ്കോപ്പ് ഈസ് യൂസ് ടു മെഷറിംഗ്. ഓപ്ഷൻ എ ടർബിഡിറ്റി, ഓപ്ഷൻ ബി കളർ, ഓപ്ഷൻ സി ഓർഡർ ആൻഡ് ഓപ്ഷൻ ഡി ടേസ്റ്റ്. അപ്പോൾ ഓസ്മോസ്കോപ്പ് എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി ഓർഡർ മെഷർമെന്റിനാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് ഓസ്മോസ്കോപ്പ് എന്ന് പറയുമ്പോൾ ഓർഡർ ഈ ആൽഫബറ്റ് വെച്ച് ഞാൻ റിമെമ്പർ ചെയ്യാവുന്നതേ ഉള്ളൂ. Then coming to another one, tintometer. Tintometer നമുക്ക് കളർ മെഷർമെന്റിനാണ് ടിൻറ്റോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ ടർബിഡിമീറ്ററും ടർബിഡിറ്റി റോഡും നെഫ്ലോമീറ്ററും ഒക്കെ ടർബിഡിറ്റി മെഷർമെന്റ് ആണ്, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. സോ ഇത് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓസ്മോസ്കോപ്പ് ഫോർ ഓർഡർ മെഷർമെന്റ് ആൻഡ് ടിൻറ്റോമീറ്റർ ഫോർ കളർ മെഷർമെന്റ്. സോ അതാണ് ഓപ്ഷനിലെ ഓർഡർ ആണ്, അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യേണ്ട ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the commonly used indicator for measuring iron concentration in water is. Option A sodium thiosulfate, option B silver nitrate, option C erythritol black tea, and option D 110 phenolphthalein. ഇവിടെ ഇത് ഓരോ ഇൻഡിക്കേറ്ററും ഓരോ എന്തിന്റെ മെഷർമെന്റിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നതാണ് ഇൻഡിക്കേറ്റർ, അതിന്റെ യൂസ് അല്ലെങ്കിൽ അത് എന്ത് ടൈപ്പ് ഓഫ് ഇൻഡിക്കേറ്റർ ആണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ആദ്യത്തെയാണ് 110 മെഷർമെന്റിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അയൺ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് 110 ഫിനാഫ്തലൈൻ. ദെൻ ഫിനാഫ്തലൈൻ ഒരു ബേസിക് ഇൻഡിക്കേറ്റർ ആണ്. ഫിനാഫ്തലൈൻ ഒരു ബേസിക് ഇൻഡിക്കേറ്റർ ആണ്. ദെൻ മീഥൈൽ ഓറഞ്ച് എന്ന് പറയുന്ന ഒരു അസിഡിക് ഇൻഡിക്കേറ്റർ ആണ്. ദെൻ EBT അഥവാ എറിക്രോം ബ്ലാക്ക് ടീ. ഓക്കെ, എറിക്രോം ബ്ലാക്ക് ടീ നമ്മൾ ഹാർഡ്നെസ് മെഷർമെന്റിനുള്ള ഇൻഡിക്കേറ്റർ ആണ്. ഈ ഹാർഡ്നെസ് മെഷർമെന്റിൽ നമ്മൾ ടൈട്രേഷന് യൂസ് ചെയ്യുന്നത് എന്താണ്, EDTA നമ്മൾ EBT അഥവാ എറിക്രോം ബ്ലാക്ക് ടീ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്തിട്ടാണ് ഹാർഡ്നെസ് മെഷർമെന്റ് ചെയ്യുന്നത്. ദെൻ പൊട്ടാസ്യം ക്രോമേറ്റ് ആണ് എന്ത് ക്ലോറൈഡ് കണ്ടന്റ് ഡിറ്റർമിനേഷന് യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് പൊട്ടാസ്യം ക്രോമേറ്റ്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോന്നിന്റെ മെഷർമെന്റിന് യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ്. സോ ഹിയർ ദി ആൻസർ വിൽ ബി 110 ഫിനാഫ്തലൈൻ ആണ് അയോൺ കോൺസെൻട്രേഷൻ മെഷർമെന്റിന് യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. Next question, pH value of potable water should be. pH value of potable water should be option A purely acidic, option B neutral, option C slightly acidic, and option D slightly basic. അപ്പോൾ പോർട്ടബിൾ അതായത് ഡ്രിങ്കിങ് വാട്ടറിന്റെ pH വാല്യൂ നമുക്കറിയാം ന്യൂട്രൽ ആയിരിക്കണം അല്ലെ, ന്യൂട്രൽ ആയിരിക്കണം pH വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ അസിഡിക് ആയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് യൂഷ്വലി ഉണ്ടാവുന്നത്, അസിഡിക് ആയിട്ടുണ്ടെങ്കിൽ യൂഷ്വലി കൊറോഷൻ പൈപ്പ് ലൈൻസിലൊക്കെ കൊറോഷൻ ഒക്കെ ഉണ്ടാകാനായിട്ട് ഇടയാവുന്നുണ്ട്. അതുപോലെ pH കൂടിയിട്ടുണ്ടെങ്കിൽ അതായത് ആൽക്കലൈൻ ആയിട്ടുണ്ടെങ്കിൽ എന്താണ് കോസ് ചെയ്യുന്നത്, ഇൻക്രൂഷൻ എന്ന് പറയണ ഇൻക്രൂഷൻ ഇൻ പൈപ്പ് ലൈൻസിലെ ഇൻക്രൂഷൻ, അതായത് സോൾട്സ് ഒക്കെ ഡെപ്പോസിറ്റ്, അതാണ് ഇൻക്രൂഷൻ എന്ന് പറഞ്ഞൊരു എഫക്റ്റ്. സോ അതാണ് ആൽക്കലൈനിറ്റി കാരണമാക്കുന്ന ഒരു എഫക്റ്റ് ആണിത്. ദെൻ അസിഡിറ്റി കാരണമാക്കുന്നതാണ് കൊറോഷൻ ഇൻ പൈപ്പ് ലൈൻസ്. Then coming to next question, last question, residual chlorine in water is determined by. അപ്പോൾ വാട്ടറിലെ റെസിഡ്യുവൽ ക്ലോറിൻ ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ എ സ്റ്റാർച്ച് അയോഡൈൻ മെത്തേഡ്, ഓപ്ഷൻ ബി ഓർത്തോട്ടോഡ്ലിൻ മെത്തേഡ്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. ഓക്കെ, അപ്പോൾ റെസിഡ്യുവൽ ക്ലോറിൻ ഡിറ്റർമിൻ ചെയ്യുന്ന രണ്ട് ടെസ്റ്റുകളാണ്, ഒന്ന് സ്റ്റാർച്ച് അയോഡൈൻ മെത്തേഡും രണ്ട് ഓർത്തോട്ടോഡ്ലിൻ മെത്തേഡും. Then the amount of residual chlorine left in the chlorinated water after the required contact period can be determined by using one of the following tests. അപ്പോൾ റെസിഡ്യുവൽ ക്ലോറിൻ എന്ന് പറയുന്നത് ക്ലോറിൻ നമ്മൾ ട്രീറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ബാക്കി വരുന്ന അതിൽ റിമെയിൻ ചെയ്യുന്ന എമൗണ്ട് ഓഫ് ക്ലോറിൻ ആണ് റെസിഡ്യുവൽ ക്ലോറിൻ ആഫ്റ്റർ ദി കോണ്ടാക്ട് പീരീഡ്. സോ ഇതിൽ ഓർത്തോട്ടോഡ്ലിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ചെയ്യുന്നത് ഒരു 10 milliliter ഓഫ് ക്ലോറിനേറ്റഡ് സാമ്പിൾ ഓഫ് വാട്ടർ ഈസ് ടേക്കൺ ആഫ്റ്റർ ദി റിക്വയർഡ് കോണ്ടാക്ട് പീരീഡ് ഇൻ എ ഗ്ലാസ് ട്യൂബ്. സോ ഈ ഒരു ഇതിലേക്ക് 1.1 milliliter ഓഫ്
The yellow color normally indicates the presence of chlorine in water. Okay, yellow color ആണെങ്കിൽ ഉണ്ടാവുന്ന കളർ യെല്ലോ ആണെങ്കിൽ ക്ലോറിന്റെ പ്രസൻസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇഫ് the more yellow color the greater is chlorine residual. Okay, അപ്പോൾ യെല്ലോന്റെ ഒരു കളറിന്റെ വേരിയേഷൻ അനുസരിച്ചിട്ടാണ്, ഓക്കെ, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലോറിന്റെ ഒരു കോൺസെൻട്രേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഓർത്തോ ടോട്ടലിൻ ടെസ്റ്റിൽ. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. സോ ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ ഇന്ന്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഫോർ എൻക്വയറീസ് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. സോ വൺസ് അഗെയിൻ താങ്ക് യു.